ഹലോ നമസ്കാരം, ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് AI ടൂളുകളെ കുറിച്ചാണ് പറയുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെക്കുറിച്ച്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മുടെ മെഷീനുകൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്കനുസരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നിർമ്മിതമായ ബുദ്ധിയിൽ, അതായത് സ്വയം ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളും മെഷീനുകളും തയ്യാറായി കഴിഞ്ഞു. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വന്നു. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള ആൻസറുകൾ നൽകുന്ന യന്ത്രങ്ങൾ വന്നു. ഇതുവരെ നമ്മൾ ഗൂഗിളിനെയാണ് ആശ്രയിച്ചത്. ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് അതിന് ആൻസർ ലഭിക്കും. അതായത് ഓൾറെഡി ലോകത്തുള്ള വെബ്സൈറ്റുകളിലൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. നമുക്കിവിടെ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനൊരു ആൻസർ ലഭിച്ചു. അതിന് താഴെ ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റുകളിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൻസറിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ എൻ്റർ ചെയ്ത് വെച്ച ഡാറ്റകളിലേക്ക് നമുക്ക് എത്താനുള്ള ലിങ്കുകളാണ് ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിനുകൾ നൽകിയിരുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ നൽകിയിരിക്കുന്ന ടോട്ടൽ വിവരങ്ങളിൽ നിന്നും അതിന് ഒരു ആൻസർ നമുക്ക് പറഞ്ഞു തരും. അതായത് ആ ഡാറ്റകളെല്ലാം പഠിച്ചതിന് ശേഷം അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ശരിയായ ഒരു ആൻസർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് AI ടൂളുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ChatGPT പോലത്തെ ടൂളുകൾ ചെയ്യുന്നത്. അതായത് ഒരുപാട് ലാർജ് ഡാറ്റ ട്രെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആൻസറുകൾ അല്ലെങ്കിൽ സൊല്യൂഷനുകൾ നൽകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വർക്കുകൾ വളരെ ഫാസ്റ്റാക്കാനും നമ്മളുമായി സംവദിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കിടാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അതായത് നമുക്കൊരു പാട്ട് എഴുതണമെങ്കിൽ, ഒരു കവിത എഴുതണമെങ്കിൽ, നമുക്കൊരു ബുക്ക് എഴുതണമെങ്കിലൊക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ഇൻപുട്ട് നൽകിയാൽ, അതായത് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ആൻസർ നൽകുന്ന ഡിവൈസുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ടൂളുകളാണ് AI ടൂളുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ChatGPT. ഇതുവരെ നമ്മൾ സൊല്യൂഷനുകൾ കണ്ടെത്താൻ ഗൂഗിളിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞു, ഗൂഗിളിൽ ചെയ്യുന്നത്, ഗൂഗിളിൽ വല്ലതും നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളിൽ നിന്നും, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ആ കണ്ടൻ്റുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഗൂഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ നൽകുന്നത്. അതിന് പകരം AI ടൂളുകൾ ചെയ്യുന്നത് ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഡാറ്റകളിൽ നിന്നും ട്രെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ശരിയായ ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഗൂഗിളിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ AI ടൂളായിട്ടുള്ള ChatGPTയെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ChatGPT എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂളാണ്. അതായത് ടെക്സ്റ്റ് കൊടുത്താൽ ടെക്സ്റ്റ് ആയിട്ട് ആൻസർ ലഭിക്കുന്ന ഒരു AI ടൂളാണ്. നമുക്ക് പല സ്ഥലത്തും അത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കഥ എഴുതാൻ, കവിത എഴുതാൻ, ബുക്കുകൾ എഴുതാൻ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മളെ ഫീലിങ്ങുകൾ പറയാൻ, നമ്മളെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ AI നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ChatGPT നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു സാഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാനസിക വിഷമമുണ്ടെങ്കിൽ നമുക്ക് ChatGPT ആയിട്ട് സംവദിക്കാം. നമുക്ക് പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത് ChatGPT ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ChatGPT ആയിട്ട് പങ്കുവെക്കാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ChatGPTനോട് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ അതായത് നമുക്ക് ആൻസർ ലഭിക്കേണ്ട എന്തും ചോദിക്കാവുന്ന ഒരു മെഷീൻ, ഒരു വ്യക്തിയെപ്പോലെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്തണം, നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു കോഡ് അറിയണം, ഇങ്ങനെ എന്തിനും ആൻസർ നൽകാൻ ChatGPTക്ക് ഇന്ന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ChatGPT എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ഗൂഗിളിൽ നമുക്ക് ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ChatGPT എന്ന് ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായി openai.com എന്നുള്ളത് കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രൈ ChatGPT എന്ന് കാണാം.
അതായത് ഇൻട്രൊഡ്യൂസിങ് ChatGPT എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2022 നവംബറിലാണ് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ആദ്യമായിട്ടുള്ള ഒരു AI ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. ChatGPT ഒരു ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂളാണ്. അതായത് ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റായിട്ട് ആൻസർ ലഭിക്കുന്ന ഒരു ടൂളാണ്. അവിടെ ഡൗൺലോഡ് ChatGPT ഡെസ്ക്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടുതലായിട്ട് ChatGPT അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ ഉണ്ട്, കോഡ് ഫിക്സ് ചെയ്യാൻ, ഹോം സെക്യൂരിറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നൈബർ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂസർ കേസ്, ഇവിടെ കോഡ് ഈസ് നോട്ട് വർക്കിംഗ് ഈസ് എക്സ്പെക്റ്റഡ്. ഞാനൊരു പ്രോഗ്രാമർ ആണെങ്കിൽ ആ പ്രോഗ്രാമർ ആയിട്ടുള്ള എനിക്ക് ഞാനൊരു കോഡ് എഴുതിയിട്ട് അത് പോവുകയാണെങ്കിൽ അത് ചോദിച്ചാൽ അത് ആൻസർ ചെയ്ത് തരാൻ വരെ കഴിവ് ChatGPTക്ക് ഉണ്ട് എന്നുള്ള. അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ChatGPT ആയിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രൈ ChatGPT എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ChatGPTയിൽ നമ്മൾ ChatGPT ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ്, ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്യാതെയും ChatGPT നമുക്ക് ഉപയോഗിക്കാം. അതിന് സ്റ്റേ ലോഗൗട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇവിടെ ഇൻ്റർഫേസ് കാണാം. ഇവിടെ നമുക്ക് ChatGPT ഉപയോഗിക്കാൻ കഴിയും. ലോഗിൻ ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില പരിമിതികളുണ്ട്. എപ്പോഴും ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. ഇവിടെ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ChatGPTയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യാതെ തന്നെ ChatGPT ഉപയോഗിക്കാൻ പറ്റും. അതിന് ചില പരിമിതികളുണ്ട്. ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ലോഗിൻ ചെയ്യാൻ ഇവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട് കേട്ടോ. ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ആപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ChatGPTയിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനായി ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് മെയിൽ ID ചോദിക്കും. ഇവിടെ ഈ ബ്രൗസറിൽ 2 മെയിൽ ID ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് മെയിൽ ID വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇനി മെയിൽ ID കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് ഈ ബ്രൗസറിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, മെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളോട് മെയിൽ ID ചോദിക്കും. മെയിൽ IDയും പാസ്വേഡും നൽകുക. ഇവിടെ ഞാൻ ഓൾറെഡി ഈ ബ്രൗസറിൽ ലോഗിൻ ചെയ്തത്, ക്രോമിൽ ലോഗിൻ ചെയ്തതുകൊണ്ട് അതിവിടെ കാണാൻ കഴിയും. ഇവിടെ ഞാനൊരു മെയിൽ ID സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ലോഗിനായി ഇവിടെ കാണാം. നമ്മളെ മെയിൽ ID ഇവിടെ കാണാം. അത് ലോഗിനാണ്. ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ലോഗൗട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ChatGPT എന്ന് പറയുന്ന ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂളിലേക്ക് ലോഗിൻ ചെയ്തു. ഇനി എന്ത് ചോദിച്ചാലും ഈ ChatGPT നമുക്ക് ആൻസർ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റുകൾ സമ്മറൈസ് ചെയ്യാം, ഇമേജുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് പ്രോഗ്രാമിങ്ങിനും സോഫ്റ്റ്വെയറിനൊക്കെ പറ്റിയ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സർപ്രൈസ് മീ, നമുക്ക് വല്ല ഇവൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഡാറ്റ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാനുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു വെഡ്ഡിങ് നടക്കണം, അപ്പോൾ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, അപ്പോൾ അതിന് നമുക്ക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ChatGPT നമ്മൾ സമീപിക്കാം. എന്തുകൊണ്ടാണ്? നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും അറിയേണ്ടതുണ്ടാവും. നമ്മളെ അറിവുകൾ പരിമിതമാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരാളുടെ സഹായം നമ്മൾ ചോദിക്കും. ഇപ്പോൾ ഒരു ലീഗലി ഒരു വിഷയം വരികയാണെങ്കിൽ വക്കീലിനെയാണ് നമ്മൾ കാണുക. ഇനി നമുക്ക് അസുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോടാണ് ചോദിക്കുക? ഡോക്ടറോടാണ് ചോദിക്കുക. ഇനി നമുക്ക് വല്ല കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ തേടും. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അങ്ങനത്തെ ആളുകളോട് ചോദിക്കും. ഇനി നമുക്ക് ഫൈനാൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓഡിറ്റർ ബോർഡ് ചോദിക്കും. അങ്ങനെ ഓരോ കാര്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സമീപിക്കുക. കാരണം ആർക്കാണോ കൂടുതൽ വിവരമുള്ളത് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോബ്ലം
പ്രോബ്ലത്തിന് സൊല്യൂഷൻ തരാൻ അറിവുള്ള ആളുകളെയാണ് നമ്മൾ സമീപിക്കുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളുണ്ടെങ്കിലോ നമ്മളെപ്പോഴും അദ്ദേഹത്തിനോടാണ് കൂട്ടുകൂടി, അദ്ദേഹത്തിനോടാണ് ചോദ്യം ചോദിക്കുക. നമുക്കൊരു ഫീലിംഗ് വരികയാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോട് പറയും, അല്ലേ? നമ്മളെ ഉമ്മയോട് പറയുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ നമ്മളെ കാമുകിയോട് പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മളെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മളെ ബിസിനസ്സിലെ നമ്മളെ മെൻറ്റേഴ്സിനോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്, കോച്ചുമാരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ChatGPT പോലത്തെ ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂളിനോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഹാരം പറഞ്ഞു തരാനുള്ള ആൾ ഇപ്പോൾ റെഡി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാമെന്നുള്ള ഇത് AI ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഒരു AI ടൂളാണ്. നമ്മൾ പറഞ്ഞു ഇതുപോലെ ടെക്സ്റ്റ് ജനറേറ്റീവ് ആയിട്ടുള്ള, ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന, വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ അനിമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് AI ടൂളുകൾ ഇപ്പോൾ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ വർക്ക് ലോഡ് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. chatgpt.com എന്ന വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഗൂഗിളിൽ ChatGPT എന്ന് ടൈപ്പ് ചെയ്തു, ഓപ്പൺ AIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, അതിൽ നിന്ന് ChatGPT ഓപ്പൺ ചെയ്യുകയായിരുന്നു. അതിന് പകരം chatgpt.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇതിലൊക്കെ വരുന്നതിന് പകരം ഇവിടെ വന്നിട്ട് chatgpt.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് നേരിട്ട് ChatGPTയിലേക്ക് വരാം, അല്ലെങ്കിൽ ആ ടൂളിലേക്ക് എത്താം. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ലോഗിൻ ചെയ്തിട്ടാണുള്ളത്. ഇവിടെ പോയിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ അത് ലോഗൗട്ട് ചെയ്തു. ഇനി ഇത് വീണ്ടും ലോഗിൻ ചെയ്യണമെങ്കിലോ നമുക്കിവിടെ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇനി ലോഗിൻ ചെയ്യാതെയാണ് നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്റ്റേ ലോഗൗട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ചില പരിമിതികളുണ്ട്. ലോഗിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലോഗിൻ ചെയ്യാൻ ഇവിടെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ പറഞ്ഞു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് കണ്ടിന്യൂ ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ഗൂഗിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു മെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തു എന്നറിയാൻ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൽ ഐഡിയുടെ ഈ ഓപ്ഷൻ, അതായത് പ്രൊഫൈൽ പിക്ക് കാണാം. അതുപോലെ ഇവിടെ മൈ GPTs, കസ്റ്റമൈസ് GPTs, സെറ്റിങ്സ്, അപ്ഗ്രേഡ് പ്ലാൻ, ലോഗൗട്ട് ഒക്കെ ഉണ്ട്. അതായത് ഇത് നമുക്ക് നോർമലായി യൂസ് ചെയ്യാവുന്ന ChatGPTയുടെ ഇൻ്റർഫേസ് ആണ്. ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് പ്ലാൻ ഉണ്ട്. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇവർ നൽകുന്ന എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യണമെങ്കിൽ അതിന് പ്ലാൻ ഉണ്ട്. പണം കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ഫ്രീ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആക്സസ് ടു ChatGPT 4.0 മിനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് വോയിസ് മോഡ് ഉപയോഗിക്കാൻ പറ്റും. ലിമിറ്റഡ് ആക്സസ് ടു ChatGPT ആണ്, അതായത് ലിമിറ്റഡ് ആക്സസ് ആണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസിൽ, വെബ് ബ്രൗസിങ്ങിന്, ഇമേജ് ജനറേഷനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കസ്റ്റം GPT ഉപയോഗിക്കാനും കഴിയും. അതായത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ $20 പെർ മന്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ലിമിറ്റേഷനൊക്കെ കുറച്ചുകൂടി കുറയും എന്നുള്ളതാണ്. കുറേയും കൂടി കൂടുതലായിട്ട് നമുക്ക് ഫെസിലിറ്റീസ് കിട്ടും. അതേപോലെ തന്നെ $200 മന്ത്ലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ വേർഷൻ അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ആക്സസ് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാസം $200 കൊടുത്തിട്ട് ChatGPT യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പെർ മന്ത് $200 എന്നുള്ളൊരു പ്ലാൻ അവർ അവതരിപ്പിച്ചത്. അപ്പോൾ അത്രയും ശക്തിയായിട്ടുള്ള ഒരു ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ, ബിസിനസ്സിൽ, നമ്മളെ പ്രൊഫഷനിലൊക്കെ ChatGPTക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ നേരത്തെ തുടങ്ങണമായിരുന്നു. അത് കഴിഞ്ഞ് $20 സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ $200 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ $200 കൊടുത്തിട്ട് ChatGPT ഉപയോഗിക്കുന്ന ആളുകളുടെ $200 എന്ന് പറഞ്ഞാൽ മാസം 20,000 രൂപ എന്നാണ്. അത്രയും സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും വർക്കുകൾ അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സഹായിക്കാൻ ChatGPTക്ക് കഴിയും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള വെർഷനാണ് യൂസ് ചെയ്യുന്നത്.
ഇതിനായി നമ്മൾ ഇത് പേഴ്സണലാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ $25 ടീമായിട്ട് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ പേഴ്സണൽ യൂസാണ്. നമ്മൾ ഇത് ഫ്രീ ആണ് ഉപയോഗിക്കുന്നത്. ഈ വിൻഡോയിൽ നിന്നും ബാക്ക് വരാൻ വേണ്ടി ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ മെസ്സേജ് ChatGPT എന്നുള്ള ഇവിടെയാണ് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക. അതിന് നമ്മൾ പ്രോംപ്റ്റ് എന്നാണ് പറയുക. അതായത് എഐയിലേക്ക് നമ്മൾ വല്ല ഇൻഫർമേഷനും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും നൽകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോംപ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചാണ് ChatGPT നമുക്ക് ആൻസർ നൽകുന്നത്. നമുക്കിതിലൊരു പ്രോംപ്റ്റ് നൽകി നോക്കാം. ഹായ് ചാറ്റ് ഹൗ ആർ യു എന്ന് കൊടുത്തു, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം, അതായത് ഒരു ഇൻപുട്ട് കൊടുക്കണം. എന്താണ് ഇതിൽ ChatGPT എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. എൻ്റർ ചെയ്യുന്നു. ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുക. അവിടെ ഉണ്ടോ, ഡൂയിങ് വെൽ, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു അസിസ്റ്റ് യു ആൾവേസ്, ആൻഡ് യു മുസ്തഫ, ഹൗ ഫാസ്റ്റ് ദ ഡേ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് എൻ്റെ പേര് മുസ്തഫയാണെന്നുള്ളത് ഇതിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ എൻ്റെ മെയിൽ ID വെച്ചിട്ട് മുമ്പ് ഞാൻ ChatGPT ആയിട്ട് മുമ്പ് ഞാൻ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് മുസ്തഫയാണെന്ന് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ പിന്നീട് ലോഗിൻ ചെയ്ത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സംശയം ചോദിച്ചു ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ മുസ്തഫ അല്ലേ, നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിന് ആൻസർ വാങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പെന്നിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ലഭിച്ചു. ഇനി ആ ക്വസ്റ്റ്യനിൽ ഒരു എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഹൗ ആർ യു എന്ന് കൊടുത്തു. അതിനുശേഷം ഇനി ഇതിൽ വീണ്ടും ടൈപ്പ് ചെയ്യാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുക. ഞാനിപ്പോൾ ഒന്നിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. ഹൗ ക്യാൻ യു ഹെൽപ്പ്, ഹൗ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് എൻ്റർ ചെയ്യുന്നു, അതായത് സെൻഡ് ചെയ്യുന്നു. ഇവിടെ സെൻഡ് അടിക്കുക, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് അടിക്കുന്നു.